നിങ്ങൾക്കൊരു വർക്കിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ബെസ്റ്റ് വഴിയാണ് ഫ്ലോ സ്റ്റേറ്റിലായിരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക് നിങ്ങളുടെ സ്കിൽ ലെവലോട്ട് മാച്ച് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലായിരിക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ക്രോസ്വേർഡ് പസിൽ കിട്ടി, അത് ആക്ച്വലി ചാലഞ്ചിങ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കുറേ ആൻസേഴ്സ് ആവത്തുള്ളൂ, നിങ്ങളത് തീർക്കാനും പോകുന്നില്ല, ഇടയ്ക്ക് വെച്ചിട്ട് പോകും. യു വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദാറ്റ്. ഇനിയിപ്പം ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ, ഒരു കളിക്കൊടുക്കുക ലെവലാണെങ്കിലും നിങ്ങൾക്കൊക്കെ ആൻസർ എല്ലാം അറിയാം, നിങ്ങൾക്ക് അതിൽ എഫോർട്ട് ഇടേണ്ട, അതും ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ട സ്വീറ്റ് സ്പോട്ട്. അപ്പോൾ ഈ ഫ്ലോ സ്റ്റേറ്റ് നമ്മുടെ കയ്യിലുള്ള ടാസ്കുമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇതിന് 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെയിൻ ടാസ്കിനെ നമുക്ക് സ്മോൾ ടാസ്ക് ആയിട്ട് മാറ്റിയിട്ട് ആ ഒരു ടാസ്കിന് ഒരു കംഫർട്ടബിൾ ടൈം വെച്ചിട്ട് നമുക്ക് അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാം. കാരണം നമ്മൾ ഓവർവെൽംഡ് ആവാതെ, ഇപ്പോൾ എനിക്കൊരു 2 പേജ് എസ്സേ പഠിക്കാനുണ്ടെങ്കിൽ ആ എസ്സേ നമ്മൾ പാർട്ടാക്കുന്നു, നമ്മുടെ ടാസ്കിനെ പാർട്ടാക്കുന്നു. എന്നിട്ട് ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് ആ ഒരു കൺസിഡറബിൾ ടൈമിൽ പഠിച്ചു തീർക്കുന്ന പോലെ ചൂസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ആ ഫുൾ ടാസ്കിനെ കോൺസെൻട്രേഷൻ പോവാതെ ഓവർവെൽംഡ് ആവാതെ തീർക്കാൻ പറ്റും. പിന്നത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് നിങ്ങൾക്ക് മാച്ചിങ് സ്കിൽസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കഥ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രസംഗം പറയണം. അപ്പോൾ നമ്മുടെ സ്കില്ലിലോട്ട് മാച്ച് ആവാത്തപ്പോൾ നമ്മളത് ഡയറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളതിൽ ഫെയിൽ ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ, നമുക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ സ്കില്ലുണ്ടാകും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡയറക്റ്റ്ലി ആ ആക്ഷൻ ചെയ്യാതെ സ്കില്ലുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. ഇവിടെ നമ്മൾ ആ സ്കില്ലുണ്ടാക്കാനുള്ള വഴികൾ നോക്കുക, എന്നിട്ട് ആ സ്കില്ല് വച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പറ്റുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഈ സ്കില്ലും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫ്ലോ സ്റ്റേറ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ വർക്കിനെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് നമുക്ക് ഔട്ട്കം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അല്ലെങ്കിലുള്ള റീസൺസാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകും, ഇല്ലെങ്കിൽ നമ്മൾ ബോർഡത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുമ്പോഴും ഈ ഒരു രീതി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്ലോ സ്റ്റേറ്റിൽ അലൈൻ ആവുന്ന പോലെ ചൂസ് ചെയ്യുക. കരിയർ ചൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ ഫ്ലോ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ചൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുക. ഐ വിൽ ബ്രിങ് മോർ മെൻ്റൽ മോഡൽസ് ലൈക്ക് ദിസ് വിച്ച് വിൽ ഷുവർലി ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്.